ഹലോ, ഇത് നമ്മുടെ വർക്കരയിലത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം, അതിനുശേഷം ഈ വീഡിയോ കാണുക. ഹലോ, രാവിലെ ഒന്ന് പുള്ളി പോണെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പോകാൻ പറ്റില്ല. അപ്പം ഇപ്പൊ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാട്ടെ ഡ്രസ്സെല്ലാം ചെയ്തേല് പോകട്ടെ. നീ ഇതില് ചെറുതിൽ ചാടിക്കണം. രണ്ടും ചെറുതാടാ, കുഴപ്പമൊന്നുമില്ല, നീ ചാടിക്കോ. ആണോ, നീ മുങ്ങുന്ന ആഴമൊന്നും ഇല്ല. എന്നെ കാണിച്ച് ഇതിലൊന്നും ഇറങ്ങി കാണിച്ച കുഞ്ഞില് ഇല്ല. ഞാൻ ഇറങ്ങി നോക്കട്ടെ. നല്ല സുഖം. ഞാനും അങ്ങേ വരില്ലേ. ഇല്ലപ്പാ, വാ പോരട്ടെ. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ ടാലൻസ് ഒന്നും കിട്ടുന്നില്ല അതിന് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ട് പൂളിൽ ഇറങ്ങണേ. ഇതിനോട്ട് എന്നെ പോലെ ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇതിനോട്ട് ഇടക്കിടക്ക് കാല് തനി ഇങ്ങനെ പൊന്തി പോകുന്നുണ്ട് കേട്ടോ. മതി ഇതിനോട്ട് മുങ്ങിപ്പോയാല്. അങ്ങനെ ഞങ്ങൾ പൂളിൽ നിന്ന് കയറി കേട്ടോ. ആദ്യം ഇറങ്ങാൻ മടിയായിരുന്നെങ്കിൽ പിന്നെ കയറാനായിരുന്നു മടി ഉണ്ടായിരുന്നത്. ഫുള്ള് നനഞ്ഞുകൊണ്ട് ഒന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ റൂമിൽ പോകാൻ പറ്റില്ലല്ലോ, അപ്പൊ ഒന്ന് ഉണങ്ങാൻ വേണ്ടി സീയും കണ്ടുകൊണ്ട് കുറച്ച് സമയം ഞാനും ദിനോട്ടിന് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി റെഡിയായി നമ്മുടെ വർക്കല ക്ലിഫ് കാണാൻ വേണ്ടി പോവാട്ടോ. എങ്ങനെയാ അവസ്ഥ എന്നൊന്നും അറിയില്ല, ഭയങ്കര റഷ് ആയിരിക്കും തോന്നുന്നു. ഒന്നാമത് ഇന്ന് വീക്കെൻഡ് ആണ്, പിന്നെ ഈവനിങ് ടൈം കൂടെ അല്ലേ. അപ്പൊ ഭയങ്കര നോർമലി വീക്കെൻഡിലൊക്കെ അവിടെ ഭയങ്കര പറഞ്ഞ പോലെ തന്നെ ഭയങ്കര റഷാ. കണ്ടോ, സൈഡിലൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു 2 കിലോമീറ്റർ ബാക്കിലാണ് ഉള്ളത്. ഇവിടുന്നേ സൈഡിൽ ഫുള്ള് പാർക്കിംഗാ. ആക്ച്വലി ഇതിന്റെ അകത്ത് വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെയും ഫില്ലാകുമ്പോഴാണ് ഈ സൈഡ് വഴി പാർക്ക് ചെയ്യുക. അപ്പൊ നമ്മളും തപ്പി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് വേണം നമുക്കിനി പോവാൻ. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്ത് നടക്കുക കേട്ടോ. ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പോലീസുകാർ വിട്ടില്ല. അപ്പൊ ഇത് കുറച്ച് കഷ്ടമായിപ്പോയി, കാരണം 1 കിലോമീറ്റർ മേലെ ഉണ്ടായിരുന്നു നടക്കാൻ. പിന്നെ വർക്കല ക്ലിഫിൽ എത്തിയാലും നമുക്ക് നടന്ന് കാണാനാണല്ലോ, അപ്പൊ രണ്ടും കൂടി ആയപ്പോ കുറച്ച് ഹെവി ആയിപ്പോയി. അങ്ങനെ പാർക്കിങ്ങിൽ എത്തിയോ, വെറുതെ അല്ലാട്ടോ പോലീസുകാർ വിടാഞ്ഞ്. നമുക്ക് ഫുള്ള് ഫില്ലാ, ഭയങ്കര റഷ് ഉണ്ട് കേട്ടോ, വീക്കെൻഡും കൂടി അല്ലേ. അങ്ങനെ ഇതുണ്ട് ഈ വൈറ്റ് ലൈൻ. ഇതെന്താന്ന് വെച്ചാൽ വണ്ടിയിലോണ്ട് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, നമ്മുടെ ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്യുന്ന നമ്മുടെ ഹെലിപാഡാണ് കേട്ടോ. ഈ വൈറ്റിന്റെ അകം ഫുള്ള് വണ്ടി ഫില്ലായതുകൊണ്ട് മനസ്സിലാവില്ല. ഇങ്ങനെ കുട്ടി കുട്ടി ഉന്തുവണ്ടികൾ, നമ്മുടെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ തിരക്കിന്റെ ഇടയിലൂടെ നടന്നു. ഞാനും ദിനോട്ടിന് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ഈവനിങ് അല്ലായിരുന്നു വന്നത്, ഒരു പ്രാവശ്യം രാവിലെ 6:30 വന്നത്. അപ്പൊ ആരും ഇല്ലായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു ദിനോട്ടിനും ഉണ്ടായിരുന്നു. രണ്ട് ബീച്ചിലെല്ലാം കുറെ കളിച്ച് റീലൊക്കെ എടുത്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ചാ പോയത്. ഇതണ്ട ഈ ഒരു സൈഡ് ഇങ്ങനെ
സീ വ്യൂവും കണ്ട് പോവാം. മറ്റേ സൈഡാണെങ്കിൽ ഇഷ്ടംപോലെ ഷോപ്പും. രാത്രിയാണെങ്കിൽ നോക്കിയാൽ കടൽ കാണാൻ എന്ത് രസമല്ലേ, ആ വൈറ്റ് തിരമാല കൂടി ഇങ്ങനെ അടിക്കുമ്പോൾ. ഓപ്പോസിറ്റ് സൈഡ് ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്. ഫുഡ്, ഓരോ ഐറ്റംസ് വാങ്ങണമെങ്കിൽ അതിന്, അങ്ങനെ മുട്ടി കടകളായിരുന്നു. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ല, എല്ലാം കണ്ട് ഇങ്ങനെ നടന്നു. ഇവിടെ ഒരു ടാറ്റു സെൻറ്റർ, ഒരുപാട് ഷോപ്പുകളുണ്ട്. ഡ്രസ്സിൻ്റെ, ബാഗ്, ഡെക്കോർ ഐറ്റംസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട്. ഞങ്ങൾ വെറുതെ ഓരോന്ന് നോക്കി ഇങ്ങനെ വില ചോദിച്ച് നടക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ല, കാരണം ഡ്രസ്സിനൊക്കെ ഭയങ്കര പൈസയാണ്. എല്ലാം 500 താഴെയൊന്നും ഒന്നുമില്ല. പക്ഷെ നോർമലി പറയാം വർക്കല ഈ ക്ലിഫിൽ എല്ലാം ഭയങ്കര അഫോർഡബിൾ പ്രൈസിനാണ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയേയില്ല. നമ്മൾ ചോദിക്കുന്നതിനൊക്കെ കൊടുക്കാത്ത പൈസയായിരുന്നു. അതുകൊണ്ട് എല്ലാം കണ്ട് ഇങ്ങനെ നടന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒന്നും വാങ്ങുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ. ഈ ഹോട്ടലിനെ പറ്റി ആൻറ്റി പറഞ്ഞു തരുമായിരുന്നു. ഇവിടെ നമുക്ക് പാട്ട് പാടാനൊക്കെ അറിയുന്നവരൊക്കെ അവിടെ പോയി പാട്ട് പാടാൻ പോലും. കുറേ പേര് ഇങ്ങനെ പാടുന്നുണ്ട്, ആൻറ്റി പറഞ്ഞു തരുമായിരുന്നു. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കണ്ട് നടന്നു. പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ല. പക്ഷെ പെൺകുട്ടികളാണല്ലോ, പെണ്ണുങ്ങൾക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണല്ലോ ഈ കണ്ടാൽ വെറുതെ വാങ്ങൂലെങ്കിൽ ഇതിനെത്രയാ ചോദിക്കുക. അപ്പം ഞാനും ആൻറ്റി ഇങ്ങനെ ഓരോന്നിൻ്റെ വില ചോദിക്കായിരുന്നു. ഇതിനെത്രയാന്ന്. അപ്പോൾ എല്ലാം 500-ന് മേലെയാണ്. ഡ്രസ്സൊക്കെ കണ്ടു, ഭയങ്കര മോഡേൺ ടൈപ്പാണ് കൂടുതൽ ഫോറിനേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടി ട്രൗസറും ഷർട്ടും കണ്ടു. അപ്പോൾ നമ്മൾ ദേവൂട്ടന് നല്ല രസം ഉണ്ടാവുമല്ലേ ഏട്ടാന്ന് ഞാൻ പറയായിരുന്നു. ദേവൂട്ടൻ ഏട്ടൻ്റെ കുഞ്ഞാണ് കേട്ടോ. അങ്ങനെ നോക്കി ഞാനൊരു ഷർട്ട് കണ്ടു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ബ്ലാക്ക് ജീനിന് സൂപ്പർ ആയിരിക്കും ഏട്ടാ ഞാൻ ചോദിക്കുകയായിരുന്നു. പക്ഷെ അതും വില ചോദിച്ചപ്പോഴത്തേക്കും 600 എബോ എന്തോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതും വാങ്ങിയില്ല. ആകെ ഞങ്ങൾ അവിടുന്ന് വാങ്ങി കഴിച്ചത് ഈ ഐസ്ക്രീം ആട്ടോ. ഇനി ഞങ്ങൾ 4 പേരും കഴിച്ചു. ടെൻഡർ കോക്കനട്ട് ഞാനും അങ്കിളും വാങ്ങി, ആൻറ്റി മാംഗോ, ഏട്ടൻ വാനില. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആകെ വാങ്ങിയത് ഈ ഒരു ഐസ്ക്രീം മാത്രമായിരുന്നു. എന്നെ ഉണ്ട് കിലോമീറ്ററുകളോളം ഫ്രണ്ടിലേക്ക് നടക്കാൻ. ഈ സെയിം തന്നെയാണ്. അപ്പോൾ എല്ലാവരും മടുത്തു. അപ്പോൾ ഇനി വെറുതെ മുന്നോട്ട് പോവേണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മളൊന്നും വാങ്ങുന്നില്ലല്ലോ, തിരിച്ച് റിട്ടേൺ പോയാലോ എന്ന് ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു. അയ്യോ, വന്നത് എങ്ങനെയോ വന്നു. തിരിച്ചു പോകാൻ ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല, കാറ് വരെ. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചു കേട്ടോ. ഇന്ന് നമ്മുടെ വർക്കല ഡേ 2 ഇന്ന് ചെക്കൗട്ടാണ് കേട്ടോ. രാവിലെ എണീറ്റു, ബ്രഷ് ചെയ്തു, ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കടലും കണ്ടുകൊണ്ട് കോഫി കുടിക്കാൻ വല്ലാത്തൊരു വൈബല്ലേ. ഇനി ഒന്ന് ഫ്രഷ് ആവണം. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. ലാസ്റ്റ് വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയാമായിരിക്കുമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് നടക്കണം. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ലൈനായിട്ടൊക്കെ അവരുടെ പ്രോപ്പർട്ടീസ് ഒരു 3-4 എണ്ണം വരുന്നുണ്ട്. അപ്പം അതിന് കോമൺ ആയിട്ട് ഒരു സെൻറ്ററിലാണ് അവർ റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാട്ടോ കുറച്ചിങ്ങനെ നടക്കേണ്ടി വരുന്നത്. പക്ഷേ ഒന്നും പറയാനില്ല, നല്ല ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച്, ഡിന്നർ എല്ലാം നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇന്ന് വേറെ സ്ഥലത്തേക്കൊന്നും പോകാനില്ല, നേരെ നമ്മുടെ കൊച്ചിയിലേക്ക്. അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഫ്രഷ് ആവാം. അങ്ങനെ ഫ്രഷപ്പ് ആയിട്ടോ. ഞാൻ ഹെയർ വാഷ് ചെയ്തില്ല. ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യില്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ വാഷ് ചെയ്യാറുള്ളൂ. അപ്പം നമുക്കിനി മുടിയൊക്കെ കെട്ടി ചെറുതായിട്ടൊന്ന് മേക്കപ്പ് എന്ന് പറയാനില്ല, ഒരു ലിപ്സ്റ്റിക്കും കാജലും ഇട്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. എനിക്കിങ്ങനെ പൊണി ഇട്ടയിലിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ അഴിച്ചിടുന്നതിനോട് എനിക്ക് എന്തോ താല്പര്യമില്ല, ഇഷ്ടമല്ല. ഇങ്ങനെ കേട്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. രസമല്ലേ, കുതിരവാല് പോലെ. ഡോട്ട് ആൻഡ് കീരെ വൈറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ. ലിപ്സ്റ്റിക്കും കാജലിനും മാത്രമല്ലേ പറഞ്ഞേ, ഇതും കൂടെ ഞാൻ യൂസ് ചെയ്യും കേട്ടോ. മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്ക്, കാജൽ. എൻ്റെ ഫേവറേറ്റ് കാജൽ. മേക്കർ കഴിഞ്ഞു. ഇതാ അത്രയേ ഉള്ളൂ, ഇനി കുട്ടി വാങ്ങണം. ഇനി ലിപ്സ്റ്റിക്. ആദ്യം ഹിമാലയയുടെ ലിപ് ബാം അപ്ലൈ ചെയ്യും, എന്നിട്ട് ലിപ്സ്റ്റിക്. മാമാർത്തിൻ്റെ ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്. ഇതിൻ്റെ ഷെയ്ഡ്
റാസ്ബെറി സ്കാർലറ്റ് 07. ഇഷ്ടമായിട്ടോ ഇത്. ഞാൻ ഇങ്ങനെ ഫുൾ ഇങ്ങനെ അപ്ലൈ ചെയ്യില്ല, മേൽത്തലിപ്പിൽ മാത്രം കുറച്ച് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയാക്കും. ഫുൾ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര റെഡ് അല്ലേ, അത് ഇഷ്ടമല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഞാൻ റെഡിയായി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ಈಗ ಬಿಸಿ ತೊಗೊಂಬಂದು ಹಾಕೋದು. എന്നാൽ ജസ്റ്റ് ക്ലോസ് ചെയ്യണ്ട കേട്ടോ ഡോറ്. അപ്പൊ താഴെ കൊടുത്താൽ മതിയായിരിക്കും. അപ്പൊ നമ്മൾ ചെക്കൗട്ട് ആയിട്ട് അങ്കിളും ആൻ്റെ താഴേക്ക് പോയി ലഗേജ് എല്ലാം കയറ്റി. ഞങ്ങൾ കുറച്ച് ഡിലേ ആയിപ്പോയി. അങ്ങനെ അങ്കിള് ടീ കുടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. ഞാനും ആൻറ്റിയും ഒന്നും കുടിച്ചില്ല. അവിടെ ഒരുപാട് സ്നാക്സ് ഉണ്ടായിരുന്നു. നമ്മുടെ സമൂസ, അതേപോലെ തന്നെ ഇതെന്തായിരുന്നു, മുട്ട ബജി, പരിപ്പ് വട, ഉഴുന്നുവട, സുഗിയൻ, അങ്ങനെ കുറേ വെറൈറ്റി സ്നാക്സ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് വേണ്ടിക്കൊന്നും കഴിക്കാൻ തോന്നില്ല. കാരണം ഓൾമോസ്റ്റ് ലഞ്ചിന്റെ ടൈം ആയിരുന്നു. അപ്പം ഇനി ചോറിനാന്ന് വിചാരിച്ച് ഞങ്ങളൊന്നും കഴിച്ചില്ല. അങ്ങനെ ഏട്ടനെങ്കിലും കുടിച്ചെത്തി. ഡ്രൈവർമാര് പരസ്പരം മാറി കേട്ടോ. അങ്ങനെ തപ്പി തപ്പി ഒരു വെജ് റെസ്റ്റോറൻറ്റ് കിട്ടിയോ, ഹോട്ടൽ ആര്യാസ്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ തന്നെ നിർത്തി. കാരണം ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടിയില്ലെങ്കിലോ അങ്ങനെ ഭയങ്കര റഷൊന്നും ഇല്ലായിരുന്നു, കുറേ തിരക്കുണ്ടായിരുന്നു. നമ്മൾ എൻ്റെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ കാത്തി. പിന്നെ ഇവിടെ പോയാലും മീൽസ് തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ ആൻറ്റി അടുത്ത് ഫസ്റ്റ് തന്നെ എത്തി. ആൻറ്റി വൈറ്റ് റൈസും ഞാൻ എപ്പോഴും റെഡ് റൈസും ആണ് കേട്ടോ പറയാ. ആൻറ്റിക്ക് വന്നു, എനിക്ക് വന്നില്ല എന്ന് ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ചോറില്ല, എനിക്ക് ചോറില്ലാന്ന്. അപ്പം അങ്കിള് പറയാ പുറകിലിരിക്കുന്ന ആളെയും വന്ന് എടുത്തോന്ന്. അതാട്ടോ തിരിഞ്ഞു നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി കേട്ടോ. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ആൻറ്റിയുടെ മീൽസ് ആണെങ്കിലും അങ്കിളുടെ ദിനുവേട്ടൻ്റെ പൊറോട്ടയും ഗ്രേവി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ദിനുവേട്ടൻ ഓടിച്ചു, അങ്കിള് പുറകിലായിരുന്നു. കാരണം അങ്കിൾ കുറച്ച് മെയിൽ അയക്കാനും വർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുറന്നു. ഉറക്കം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാ കേട്ടോ. സമയം ഒരു 4 മണിയായി. അപ്പോൾ ടീ കുടിക്കാൻ നിർത്തിയതാ. ആ ടീ ഷോപ്പിൻ്റെ പേരുണ്ടല്ലോ, ഒരു വെറൈറ്റി പേരാ. കാണിക്കാട്ടോ, കണ്ടോ, ചായ കുടിച്ചോ, അതാട്ടോ ആ ടീ ഷോപ്പിൻ്റെ പേര്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു പേര് കേൾക്കണേ. കാണാൻ നല്ല ലുക്ക് ഉണ്ട്. കുറേ സ്നാക്സും ഉണ്ട് കേട്ടോ. നോക്ക്, நானும் ஆண்டியும் பின்னாடி மட்டும்தான் பார்த்தேன். நீங்க 2 பேரும் தான் கரெக்டா பார்த்தேன். ನೋಡೇ ಇಲ್ಲ ನಾನು, ಅಲ್ಲೆಲ್ಲ ಮುಂದೆ ನೋಡ್ತಾ ಇದ್ದೀನಿ. ಹೌದು, ಇಲ್ಲಿ ಹೋಗಿದ್ದೆ ಗೊತ್ತಾಗಿತ್ತು. நிப்பாட்டல முடியாது, வண்டி வருது. போயிடு போயிடு, அங்க போயிட்டு தான் இருக்குது. நிறைய பேர் நிக்கறாங்க மோசிங்க. நல்ல வியூ இருக்கு. அந்த பாயசம் சாப்பிடுறாங்கன்னு நினைக்கிறேன். முளேரி பாயசம். என்னது முளேரி எதுங்க நம்ம மோசா വേടങ്ക കിടക്കിത്. ഇതിലൂടെ പോകുമ്പോൾ നമ്മുടെ കപ്പ ചിപ്സ് ഇല്ലേ, നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ എണ്ണയിൽ വറുത്ത് കോരുക. അത് കണ്ടിപ്പോൾ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇതാ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിർത്തുന്നുണ്ട്.
അങ്ങനെ വീണ്ടും 1947 എത്തിയിട്ടോ. ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെയാണ് ബുക്ക് ചെയ്തത്, കാരണം അങ്കിളിനും ആൻറ്റിക്കും ഇവിടെ റൂമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് ചെയ്ത റൂമല്ല, പക്ഷെ കാണാനൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ 1947 റൂം അങ്കിളും ആൻറ്റിൻ്റെ റൂമിലാക്കി. ഇനി നമ്മൾ നേരെ കാർ എടുത്തിട്ട് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോവും. എന്നിട്ടൊന്ന് ഫ്രഷപ്പ് ആയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. എല്ലാവരും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകും. അങ്കിൾ ആൻറ്റി ഇവിടുന്ന് അത്രേ ഉള്ളൂ, അറിയാമല്ലോ, ഒരു 5 മിനിറ്റ് ദൂരം അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.